ഇന്ന് എൻ്റെ പാപ്പൻ്റെ 80ാം പിറന്നാളാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി. അപ്പോൾ ഞങ്ങളൊക്കെ കാലത്ത് നേരത്തെ തന്നെ പോയിണ്ടായിരുന്നു. ഒരുപാട് വലിയ ഫങ്ഷനൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആർഭാടമായിട്ടുള്ള പരിപാടികളൊന്നും അല്ലായിരുന്നു, എന്നാലും എല്ലാവരുടെയും ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ 80ാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കാലത്ത് തന്നെ എല്ലാവരും എത്തിയപ്പോൾ നമ്മൾ ആദ്യം കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് 11 മണി തൊട്ടിട്ട് 2 മണി വരെ ആയിരുന്നു ഫങ്ഷൻ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയപ്പോൾ കേക്ക് കട്ടിങ് അങ്ങോട്ട് ആദ്യം കഴിച്ചു. പിന്നെ ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. ഗിഫ്റ്റൊന്നും ആരുടെയൊന്നും മേടിക്കണില്ല. ഒക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഒന്നും കൊണ്ടുവരരുതെന്ന്. പിന്നെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും അവരെല്ലാവരും പൊന്നാട അണിയിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സുഹൃത്തുക്കളും അവരുടെ വകയൊക്കെ അങ്ങനെ പൊന്നാട അണിയിക്കൽ മാത്രമല്ലാണ്ട് ആരുടെയൊന്നും ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇതുവരെ അങ്ങനെ ഒരു ഫങ്ഷനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് തറവാട്ടിലുള്ള എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയൊരു സന്ദർഭമായ കാരണം നമ്മളെ തറവാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരസ്പരം കാണാനൊക്കെ ഉള്ളൊരു അവസരം എല്ലാവർക്കും കിട്ടി. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടായാലാണ് ഒന്ന് തമ്മിലൊക്കെ എല്ലാവരും ഒന്ന് കാണുള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ എല്ലാം ഏൽപ്പിക്കുകയാണ് ചെയ്ത്, ഒന്നും ഇവിടെ വയ്ക്കുകയൊന്നും ചെയ്തില്ല. എല്ലാം പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്കും എല്ലാം ഓർഡർ ചെയ്യുക ചെയ്തത്. നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം അവർ തന്നെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടും ഇതൊക്കെ ഉള്ള ടൈമല്ലേ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആദ്യം തന്നെ 2-3 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പൈനാപ്പിളും പേരയ്ക്കയും ലെമണും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പാപ്പന് കേക്കൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ വെജും നോൺ വെജും ഉണ്ടായിരുന്നു. സദ്യയായിരുന്നു. സദ്യയൊക്കെ ഗുരുവായൂരുള്ള ആളെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കനും ബീഫും ഒക്കെ സെപ്പറേറ്റ്, നോൺ വെജ് കഴിക്കണവർക്ക് അതും, വെജിറ്റേറിയൻകാർക്ക് പായസം അടക്കമുള്ള സദ്യയും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കും ചൂടും എല്ലാം കൂടി ആയ കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും പൊന്നാട അണിയിച്ച് പ്രസാദിൻ്റെ വക ഞങ്ങളുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രസാദ് പൊന്നാട അണിയിച്ച്, റെസിഡൻസ് അസോസിയേഷൻ്റെ വകയൊക്കെ ഗിഫ്റ്റും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഉള്ളത് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിയുമ്പോഴേക്കൊക്കെ 2:30-3 മണിയൊക്കെ ആയി. എന്തായാലും എല്ലാവരും എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സ്റ്റേജിലിരിക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിലാക്കി. പിന്നെ മിഠായി ഒക്കെ എല്ലാവർക്കും കൊടുത്ത്. അപ്പോഴേക്കും പിന്നെ ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയ കാരണം കുറേശ്ശെ ആൾക്കാർ തന്നെ വീട്ടിൽ വെച്ചിട്ടായ കാരണം അത്ര അങ്ങനെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള പരിപാടിയായ കാരണം അപ്പോൾ ഭക്ഷണം കൊടുക്കൽ ഇങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവാണ്. അത് പല ആൾക്കാരായിട്ട് അങ്ങനെ എടുത്ത കാരണം നമുക്ക് ആ ടൈമിൽ അത് എടുക്കാൻ പറ്റാത്ത കാരണം വേറെ ആൾക്കാരുടെ കയ്യിലിരുന്ന് ഫോണും ഇതൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.